ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് മാവ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. മാവ് പാക്കാക്കി ഏകദേശമൊക്കെ അതും കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റത്താണ്, ഇതും പാടെ സീൽ ചെയ്യാണ്ട്. ഡ്രസ്സിലും എല്ലായിടത്തും മാവ് വയ്ക്കണ്. എങ്ങനെ കരുതിയാലും കുറച്ചാകും, അതാണുള്ളത്. ജലദോഷം പിടിച്ചോണ്ട് സൗണ്ടിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്ട് ഒരു സൈഡിൽ ആഡ് നോ പ്രിസർവേറ്റീവ്സ്, നോ കളർ, നോ ഷുഗർ ആൻഡ് ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ കൊടുത്തേക്കണ്. പിന്നെ നമുക്ക് ഈ പാക്കറ്റ് 1 kg ആണ്. 21 ഇഡ്ഡലി അല്ലെങ്കിൽ 13 ദോശ. അത് നമ്മളെ ഉണ്ടാക്കുന്ന സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇത് ഓർഗാനിക്കാണ്, 100% ഓർഗാനിക് ആണെന്നൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കണത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇന്നത്തെ ഡേറ്റ് അല്ല, എക്സ്പയർ ആകുന്ന ഡേറ്റാണ് നമ്മൾ ഇടല്. പിന്നെ 1 kg അങ്ങനെയൊക്കെയല്ലേ ഡീറ്റെയിൽസും കൊടുത്തേക്കണേ. പിന്നെ നമ്മൾ ഓരോന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കണം അതിൻ്റെ ഒരു ഭാഗത്ത്. പിന്നെ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ള എല്ലാം ബാക്കിലുണ്ട്. പൂർണ്ണമായും തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ഫ്രീസ് ആവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇഡ്ഡലി പാചകം ചെയ്യുമ്പോൾ വെള്ളം ചേർക്കരുത്. ദോശക്കായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ പാക്കറ്റുമ്പോൾ കൊടുത്തണേ. പിന്നെ മെയിനായിട്ട് ഇതൊരു -5 ഡിഗ്രി സെൽഷ്യസിൽ ശരിക്കും ഇത് തണുപ്പ് തട്ടണം, അല്ല നമ്മൾ ബാറ്ററി കേട് വരും. കടയിലായാലും വീട്ടിലായാലും ഒക്കെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. പൂർണ്ണമായും തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാതും നമ്മൾ പാക്കറ്റുമ്പോൾ കൊടുത്തേക്കണേ. ഒരു കസ്റ്റമറിന് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടാകുക എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തേക്കണേ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ എല്ലാം വണ്ടിക്ക് കയറ്റുകയാണ്. അപ്പോൾ അതിന് കുറച്ചായിക്കാണ്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. മാവൊക്കെ കടകൾ കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അതിനുശേഷം നമ്മൾ ഇവിടെ എല്ലാം തുടച്ച് ക്ലീനാക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ദിവസം നമ്മൾ എല്ലാം വേഗം ക്ലീനാക്കിയാലേ കഴിഞ്ഞോളൂ. പിന്നെ മാവ് എല്ലായിടത്തും പറ്റിപ്പിടിച്ച് ആകെ വൃത്തികേടാകും. ശരിക്കും റൂം ആദ്യത്തെ അടുക്കളയിന് കേട്ടോ, വീടിൻ്റെ പുറത്തേക്കാണ്ടുള്ളതിന്. പിന്നെ അതുകൊണ്ട് ഉള്ളിലേക്ക് അടുക്കളയൊക്കെ മാറ്റിയപ്പോൾ ഇതിങ്ങനെ അവിടെ വേസ്റ്റായി കിടക്കാനോ ഇങ്ങനെയൊന്നും അല്ലേനും ഇതിൻ്റെ അവസ്ഥ. ഒക്കെ മാറ്റം വരുത്തിയതാണ്. ടൈലൊക്കെ മാറ്റി അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചെല്ലാം വൃത്തിയാക്കിയാണ്ട് ഇതിനായിട്ട് മാറ്റി വെച്ചൊക്കെയാണ്. ഗ്രൈൻഡറും ഈ മാവരക്കാനുള്ളൊരു സ്ഥലമാക്കി വെച്ചൊക്കെയാണ്. അതുപോലെ ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷമുള്ള ദിവസം കൂടിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സന്തോഷം. ഇതെന്താ നമുക്ക് പൊട്ടിച്ച് നോക്കാം. പാക്കറ്റിൻ്റെ റബ്ബർ അയക്കുമ്പോഴത്തേന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അത്യാവശ്യം വ്യൂ കിട്ടി. മറ്റ് 2 വീഡിയോക്കും ഇതിനും അതുപോലെ നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പാക്കറ്റിനുള്ളിൽ ബിരിയാണിയാണ്, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. അപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിന്, അതിന് പങ്കെടുത്തിന്. അപ്പോൾ അങ്ങനെ കിട്ടിയതിന് എന്നേലും ആ ദിവസം. അപ്പോൾ സന്തോഷം പറഞ്ഞാൽ ബിരിയാണി തിന്നാണ് സന്തോഷമായിട്ടല്ല, അതും ഒരു സന്തോഷമാണ്. എന്നാലും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കാതെ കഴിഞ്ഞല്ലോ എന്നുള്ളതിലാണ്. കാരണം ഈ മാവരക്കലും അത് കഴിഞ്ഞിക്കാണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കൽ, വീട്ടിലത്തെ ജോലിയൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് കുറഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം ഫുഡ് ഉണ്ടാക്കുന്നതിൽ നിന്നൊരു മോചനം കിട്ടും. അതാണ്. ചൂടുള്ള ചിക്കൻ ബിരിയാണി അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചോറ് ഊറ്റിയിടുന്ന പാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡുണ്ടത്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ. സ്കൂളിൽ തന്നാൽ ഓലും കഴിച്ചോളും. ഞാൻ ഈ ടൈമിൽ ചിക്കൻ പീസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുകയാണ്. കുറച്ചുണ്ട്, വല്ലാണ്ടൊന്നും ഇല്ല. സാരമില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യന്നെ.
ഇതുപോലത്തെ ബിരിയാണി ചലഞ്ചിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു നേരത്തെ ഫുഡുമായി, അതുപോലെ ഇതിൽ നിന്ന് കിട്ടണ ക്യാഷ് പാവപ്പെട്ട രോഗികൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അങ്ങനെ കൂടിയതാണ്. ബിരിയാണിക്കുള്ളൊരു സാലഡും കൂടി ഉണ്ടാക്കണം കേട്ടോ. വല്ലുള്ളി കട്ട് ചെയ്തിക്കണേ, ഇനി കുക്കുംബർ കട്ട് ചെയ്യുന്നുണ്ട്. ബിരിയാണി ഒറ്റയ്ക്ക് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല, അപ്പോൾ അതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ വേണം. അപ്പോൾ കുറച്ച് അച്ചാറും തൈരൊക്കെ കൊടുന്നേന്. ഈ തൈര് നല്ല അടിപൊളിയാണ് കേട്ടോ. മിൽമൻ്റെ തൈരിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്, വലിയ പുളിയില്ല. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് ഒരു സാലഡ് ഉണ്ടാക്കി. ഈ തൈര് കാലിയായി, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പൊന്തിച്ചതാണ്. അത് ഈ സാലഡ്ക്ക് തന്നെ ഉള്ളൂ. മോൾക്കും നല്ല ഇഷ്ടമാണ് ഈ തൈര്. അപ്പോൾ ചോറ്റിക്കുള്ള സാലഡും അച്ചാറൊക്കെ റെഡി ആയിക്കണം. ഇനി ഫുഡ് വിളമ്പാണ്. ഒരു വെറൈറ്റി മോഡലിലായിക്കൊണ്ട് വിളമ്പണത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങച്ചാറും കുറച്ച് സാലഡും തൈരും മിക്സ് ചെയ്തതൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ അടിപൊളി. പക്ഷേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ സന്തോഷം സൂപ്പർ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചുകൊണ്ട് ഒരു ടേസ്റ്റും കിട്ടിയില്ല. എന്തൊരു ഫുഡ് കഴിക്കണ പോലെ തോന്നി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഏതൊരു ഹസ്ബൻഡ് പറഞ്ഞു നല്ല രസമുണ്ടല്ലോ, അടിപൊളി കഴിക്കണേ ചോറ് എന്നൊക്കെ പറഞ്ഞ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.